അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. NGO കോൺഫെഡറേഷൻ്റെ നിലയിൽ ഇങ്ങനൊരു ആശയം തന്നെ വരുന്നത് അനന്തകൃഷ്ണൻ്റെ ഒറ്റബുദ്ധിയിൽ നിന്നല്ല. അനന്തകൃഷ്ണന് പിന്നിൽ ആനന്ദകുമാർ ഉണ്ടായിരുന്നുവെന്നും ആനന്ദകുമാർ സജീവമായി NGO കോൺഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നുവെന്നും ആനന്ദകുമാറിനെ കണ്ടതാണ് ഈ പറയുന്ന എല്ലാ സംഘടനകളും പണം നൽകിയിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഞങ്ങൾ ആനന്ദകുമാറിനോട് സംസാരിച്ചു. പിന്നീട് വീണ്ടും 3 തവണ ഞങ്ങൾ ആനന്ദകുമാറുമായി സംസാരിച്ചു. അതിലേറ്റവും ഒടുവിൽ ആനന്ദകുമാറുമായി സംസാരിച്ചപ്പോൾ ആനന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായി ഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു. ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ അയാൾക്കും കൂടെ ചാൻസ് വേണം, നമ്മൾ പോകണു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾക്കും കൂടെ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ബാനറിലാണ് അയാൾ നമ്മുടെ ഒപ്പം വന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക കാര്യങ്ങളും അനന്തകൃഷ്ണനും അനന്തകൃഷ്ണന്റെ കമ്പനിക്കും ആണെന്ന് ടെസ്റ്റ് DD പോലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലി വിൻസെന്റ് അനന്തകുനിയം കൊണ്ട് എന്റെ ഓഫീസിലാണ് ആദ്യം വരുന്നത്. എന്റെ ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെന്റ് ആണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാൻ. 5-6 വർഷമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ C എന്നുള്ളത് കിട്ടാൻ പോലും ക്വാളിഫൈഡ് അല്ലല്ലോ അനന്തുവിന്റെ ഈ 4 കമ്പനിയും. അന്ന് ഞങ്ങളെ ബോധിപ്പിച്ചത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ്. അപ്പോൾ CSRന് ക്വാളിഫൈഡ് അല്ലാത്ത അനന്തകൃഷ്ണനെയും കൊണ്ട് ആനന്ദകുമാർ എന്തിനാണ് ഈ കോൺഫെഡറേഷൻ രൂപീകരിച്ചത്? ആ കോൺഫെഡറേഷൻ രൂപീകരിക്കുക മാത്രമല്ല, സുഹൃത്തെന്ന നിലയിൽ മാത്രമല്ലല്ലോ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതിനുള്ള അവസരമൊരുക്കിയത് ആനന്ദകുമാർ, മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതിനുള്ള അവസരമൊരുക്കിയത്, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയത് ആനന്ദകുമാറല്ലേ? മന്ത്രി ശിവൻകുട്ടിയടക്കം അത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോൾ ഈ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ആനന്ദകുമാറിൻ്റെതാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ആനന്ദകുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന് വ്യക്തമാകുന്നു. പ്രമുഖരെല്ലാം, പ്രത്യേകിച്ച് ജനപ്രതിനിധികളെല്ലാം ഫണ്ട് നൽകിയത് ആനന്ദകുമാറിനെ കണ്ടാണ്. ആനന്ദകുമാറിനെ ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. റോഷിപ്പാലുണ്ട് നമുക്കൊപ്പം. റോഷിപ്പാൽ, എല്ലാ നേതാക്കളും അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടത് അനന്തകുമാർ വഴിയാണ് എന്ന് പറയുന്നു. അനന്തകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയത് എന്ന് പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് പറയുന്നു. കോൺഫെഡറേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയ മെസ്സേജുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശബ്ദരേഖകൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടുത്തരവാദിത്വം ഒന്നുകിൽ അനന്തകൃഷ്ണനോടൊപ്പം ആനന്ദകുമാറിനുമുണ്ട്, അതല്ലെങ്കിൽ അനന്തകൃഷ്ണനെ പോലും ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തിച്ചത് അനന്തകുമാറാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. എന്ന് വെച്ചാൽ അനന്തകൃഷ്ണന് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടോ അത്രയും ഉത്തരവാദിത്വം ആനന്ദകുമാറിനുമുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് റോഷിപാൽ? ഡോക്ടർ അരുൺകുമാർ, ഈ കാര്യത്തിലൊന്നും സംശയവുമില്ല. കാരണം ആനന്ദകുമാർ എന്ന ആ സാമൂഹ്യ പ്രവർത്തകന് കേരള സമൂഹത്തിലുള്ള വലിയ സ്വീകാര്യത, ആ സ്വീകാര്യത അത് പരമാവധി ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസിൽ ആനന്ദകുമാർ പ്രതിയായി മാറിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായും ഏറെ കഴിയാതെ ആനന്ദകുമാർ പോലീസിന് മുന്നിലേക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തേണ്ടി വരും. ചോദ്യം ചെയ്യലിന് പോലീസ് ഉടൻ ആനന്ദകുമാറിനെ വിളിപ്പിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ ഇടങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഏതാണ്ട് 11 ഈ സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. ഈ സൊസൈറ്റികളിൽ അവിടെ എത്തി ആനന്ദകുമാർ പറഞ്ഞത് ഈ അനന്തകൃഷ്ണൻ എന്ന തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആ വ്യക്തിയാണ് ഇതിൻ്റെ ദേശീയ കോർഡിനേറ്റർ. തന്നെ വിശ്വസിക്കാം എന്ന തരത്തിൽ സന്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളിലും സായി ഗ്രാമത്തിൻ്റെ പ്രധാനിയായ ആനന്ദകുമാർ ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതുമായി സഹകരിക്കുന്നത്. അങ്ങനെ ഓരോ തട്ടിലുള്ള ഈ കുടുംബശ്രീ അടക്കമുള്ള പ്രാദേശിക തലത്തിലെ ADSൻ്റെ ഒക്കെ ഭാരവാഹികൾ, സ്ത്രീകളായ ഭാരവാഹികളൊക്കെ ഇതുമായി ചേർന്ന് നിൽക്കുന്നത് സായി ഗ്രാമത്തിൻ്റെ ആനന്ദകുമാർ ഇതിന് നേതൃത്വം നൽകുന്നു എന്നതുകൊണ്ടാണ്. കാരണം എത്രയോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട് ഈ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഒരു വിശ്വാസമാണ്, ആ വിശ്വാസം ഈ തട്ടിപ്പിന് ഒരു മുഖമാക്കി, ഒരു മൂടുപടമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദകുമാറിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിൻ്റെ ആസൂത്രകൻ ആനന്ദകുമാറാണെന്ന സംശയം പോലും നിലവിൽ പോലീസിനുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ അനന്തകൃഷ്ണനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, ദൈനംദിന പ്രവർത്തനങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ ആനന്ദകുമാറിന് നിർണായക പങ്കുണ്ട്. മാത്രവുമല്ല, ഈ സംവിധാനം, ഈ തട്ടിപ്പ് സംവിധാനം പൊളിയുമെന്നും ഇത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്നും ഇവർക്ക് നേരത്തെ തന്നെ അറിയാമെന്ന്
ചില കോർഡിനേറ്റർമാർ പറയുന്നുണ്ട്. മുൻകൂട്ടി തന്നെ ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ് തന്നെ ഇത് ഒരു വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്ന സൂചന ഇത് പ്രധാനമായും സംസ്ഥാന തലത്തിൽ കോർഡിനേഷൻ നടത്തുന്ന വ്യക്തിയടക്കം അങ്ങനെ ചില സൂചന ചിലർക്കെങ്കിലും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ആനുകൂല്യം ലഭിക്കും അല്ലെങ്കിൽ പണം സ്വരൂപിച്ചവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് പൊളിയുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ആനന്ദകുമാർ ഇതിൽ നിന്നും രാജിവെച്ചൊഴിയാൻ ഒരു ശ്രമം നടത്തിയത് എന്ന വിമർശനവും ആക്ഷേപവും ഒക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ വ്യക്തത വരാൻ ആനന്ദകുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യണം. ഈ പരാതി നൽകിയവർ പറയുന്നത് ആനന്ദകുമാറിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നതാണ്. അവർ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും മന്ത്രിമാരുമായും ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ ആനന്ദകുമാറിന് വലിയ അടുപ്പമുണ്ട്. ആ അടുപ്പം ഉപയോഗിച്ച് ഈ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ, അതിൻ്റെ പ്രതിസ്ഥാനത്തു നിന്നും രക്ഷപ്പെടാൻ ആനന്ദകുമാർ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പണം നഷ്ടമായവർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരായവരൊക്കെ ഇപ്പോൾ പറയുന്നത്. ഓക്കെ.